ഇതാണ് ലോകത്തിലെ ലോങ്ങസ്റ്റ് ഔട്ട്ഡോർ കവേർഡ് എസ്കലേറ്റർ. ഇത് ഹോങ്കോങ്ങിലാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പോവില്ല, ഇടയ്ക്ക് ഇത് നിൽക്കും. ഒരു ലാൻഡിങ് ഏരിയ ഉണ്ടാകും, പിന്നെ അവിടുന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള റോഡിലോട്ട് കണക്ഷൻ കാണും, കടകളിലോട്ട്, ഫ്ലൈ ഓവറിലോട്ട്. പിന്നെ ഇതിങ്ങനെ ബ്രിഡ്ജിലൂടെ ഉള്ള കണക്ഷൻസ് വരും, പിന്നെയും മുകളിലോട്ട് പോകും, പിന്നെയും ഒരിടത്ത് നിൽക്കും. അങ്ങനെ ആയിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഹോങ്കോങ്ങിലെ ഒരു നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയായിരുന്നു. ഇത് 1995 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലിങ്ങനെ മുകളിലേക്ക് പോകാം. കാര്യം ഇതിൻ്റെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഹോങ്കോങ്ങിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. ഇതിങ്ങനെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൗണ്ടൻ്റെ മുകളിലോട്ട് പോകുന്ന പോലെയാണ് ഹോങ്കോങ് ഇരിക്കുന്നത്. അപ്പോൾ വളഞ്ഞുള്ള റോഡുകളും എല്ലായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആണുങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ഈസി ആയിട്ടുള്ള ആക്സസിന് അവർ കണ്ടെത്തിയ കാര്യമാണ് ഈ എസ്കലേറ്റർ. അപ്പോൾ ഇത് അവിടുത്തെ സാധാരണ ആളുകളും യൂസ് ചെയ്യും, ടൂറിസ്റ്റുകളും യൂസ് ചെയ്യും. കുറച്ച് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ലാൻഡിങ് സ്പേസിലെത്തും. അവിടെ ഒത്തിരി നല്ല കടകളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് നമുക്കിപ്പോൾ ടാക്സി വേണമെങ്കിൽ എടുക്കാം, അതല്ല ബസ്സസ് വേണമെങ്കിൽ എടുക്കാം, അതെല്ലാം കിട്ടും. അപ്പോൾ കുറേ ഇങ്ങനെ മുകളിലോട്ട് പോകും, പിന്നെ നിൽക്കും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റി പോലത്തെ ഏരിയയിലേക്ക് നമ്മൾ ചെന്ന് കയറുകയാണ്. അവിടുന്ന് പിന്നെയും തിരിച്ച് എസ്കലേറ്റർ വന്ന് പിന്നെയും നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ ഇടയ്ക്ക് എവിടെ വെച്ച് നിർത്തണമെങ്കിൽ നമുക്ക് നിർത്തുകയും ചെയ്യും. ആ രീതിയിലാണ് ഈ എസ്കലേറ്റർ ഉണ്ടാക്കിയിരുന്നത്. ഈ എസ്കലേറ്റർ കവേർഡ് ആയതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും പ്രശ്നവുമില്ല. ഇങ്ങനെ ആളുകൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് കുറേ മൂവീസിലൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടും ഇതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും ഇത് മുകളിലോട്ട് പോകാം. ഇത് 800 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത്രയും ദൂരം വരെ നമുക്ക് പോകാം. പിന്നെ കുറച്ച് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കപ്പോൾ അവിടെ ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങാം, ബസ്സിൽ കയറണമെങ്കിൽ കയറാം, ടാക്സി കയറണമെങ്കിൽ കയറാം, അതല്ല നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാം. അപ്പോൾ ആ രീതിയിലായിട്ടൊരു നല്ല കണക്ടിവിറ്റിയാണ് ഈ എസ്കലേറ്റർ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഞങ്ങൾ മ്യൂസിയംസ് കണ്ടു, ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ക്ലോത്തിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജീവിതം മുഴുവൻ അതിൻ്റെ ചുറ്റും നടക്കുന്നുമുണ്ട്. അപ്പോൾ കുറേ പോകും, നിൽക്കും, പിന്നെയും പോകും, നിൽക്കും, അങ്ങനെ ആയിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ചുമ്മാ തന്നെ ആളുകളെ വെയിറ്റ് ചെയ്യിക്കുന്നു. ജപ്പാൻകാർ കല്ലയിലും വെയിറ്റിംഗ് കൂടുതൽ. ഈ കണ്ട ക്യൂ ആ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളാണ്. ജാപ്പനീസ് റെസ്റ്റോറൻറ്റും കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കുറച്ച് സൈഡിലൊക്കെ ആയിട്ട് നല്ല ആർട്ട് വർക്കൊക്കെ കാണാം. പെയിൻറ്റിങ്സും ആർട്ടും ഗ്രാഫിറ്റിയും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ശരിക്കും അവിടേക്ക് ഇങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ലൈഫ് തന്നെ നമുക്ക് ഈ എസ്കലേറ്ററിന് ചുറ്റും കാണാൻ പറ്റും. ജാപ്പനീസ് ഏരിയ പക്ഷെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കൂടി ഇങ്ങനെ ഇടയിലുള്ള ചെറിയ ഗലികളെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. ഇതൊരു ഗലിയാണ്. ഇവിടെ ഇപ്പോൾ ഒരു റോഡ് നമ്മൾ കണക്റ്റഡ് ആയിരുന്നു. അപ്പുറത്തെ എസ്കലേറ്റർ നിർത്തിയിട്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇതാ ഇപ്പോൾ അടുത്ത എസ്കലേറ്ററിൽ കയറി പിന്നെയും മുകളിലേക്ക് പോകും. ഇതിന് കുറച്ചാകുമ്പോൾ നിൽക്കും, പിന്നെ ഈ എസ്കലേറ്റർ കണ്ടിന്യൂ ചെയ്യും. കുറേ ഇങ്ങനെ പോകും, കുറേ ഇങ്ങനെ നിൽക്കും. നമ്മളിത് കയറി കുറേ ഉയരത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്നൊക്കെ താഴേക്ക് നോക്കുമ്പോൾ സ്കൂൾ ബസ് കിടക്കുന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കിടക്കുന്നു. ഓരോ റോഡിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോവുക. ഇത് ഞങ്ങളിതിൻ്റെ മുഴുവൻ ലെങ്ത്തൊന്നും കയറിയില്ല, കുറേ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാക്സിയിൽ കയറിയിട്ട് തിരിച്ചു പോകുന്നു. എന്തായാലും ആ ഒരു എസ്കലേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.